വലതും സാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു മോൻ, ഒരു മോൾ, അതല്ലേ നമ്മുടെയൊക്കെ പ്രതീക്ഷ. മറ്റുള്ള മതക്കാർക്കും മറ്റുള്ള ആദർശക്കാർക്കുമൊക്കെ അവരുടെ മക്കളെ വളർത്തി ഉണ്ടാക്കുമ്പോൾ മരിക്കോളത്തെ പ്രതീക്ഷയുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് മരണശേഷം നമ്മുടെ മക്കളെ കുറിച്ച് വലിയ പ്രതീക്ഷ. ഇവിടെ മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പ്രതീക്ഷ, ഞങ്ങൾ പ്രായമാകുമ്പോൾ എൻ്റെ കുട്ടികൾ ശമ്പളമൊക്കെ ഉള്ളവരായി ഞങ്ങളെ നോക്കണം എന്നാണ്. നമുക്കും ഉണ്ട് ആഗ്രഹമൊക്കെ, അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മൾ മരിക്കുന്നത് വരെ അവർ നമ്മൾ നോക്കലല്ല. അതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. അവർ നോക്കട്ടെ നോക്കാതിരിക്കട്ടെ, അത് അവരുടെ ബാധ്യത. പക്ഷേ മരണാനന്തരം നമുക്ക് അവർ ഉപകരിക്കണം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാം മുറിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വല്ലതും ഇവിടെ കറന്റ് അക്കൗണ്ട് എന്ന നിലക്ക് വഖഫ് ചെയ്ത വല്ല സ്വതക്കകളും ഉണ്ടെങ്കിൽ അത് അവന്റെ ഖബറിലേക്ക് ഇനിയും എത്തും. അവൻ പഠിപ്പിച്ചു കൊടുത്ത വല്ല വിജ്ഞാനങ്ങളും കേട്ടിട്ട് ആരെങ്കിലും നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അവർക്കൊട്ടും കുറയാതെ ഇവന്റെയും ഖബറിലെത്തും. മൂന്നാമത് പറഞ്ഞത് വലതുൻ സാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു മോൻ, ഒരു മോള്. വലിയ സമ്പാദ്യതാണ്. ഏറ്റവും വലിയ ബാലൻസ് അതാണ് സുഹൃത്തുക്കളെ, ബാങ്ക് ബാലൻസുകളല്ല. നമുക്കൊക്കെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ മരണം വരെയല്ല, മരണത്തിന്റെ ശേഷം. അവർക്ക് വേണ്ടി നമ്മളെ ഖബറിന്റെ സമീപത്ത് വന്നിട്ടാവട്ടെ വരാതെയാവട്ടെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, റബ്ബി ഗഫിർലി വലി വാലിദയ്യ എന്ന് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അതിന് നമ്മളിവിടെ ദുന്യാവിലെ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഭൗതിക വിദ്യാഭ്യാസം എല്ലാം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ മരിച്ചാൽ ഒരു മൂലയിൽ നിന്ന് ഏങ്ങലടിച്ച് കരയുന്ന മോനെയല്ല നമുക്ക് വേണ്ടത്, മോളെയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ബാക്കിയുള്ള ചടങ്ങുകളിലൊക്കെ ധൈര്യസമേതം പങ്കെടുക്കാൻ അറിവും പക്വതയും തഖ്വയുമുള്ള ഒരു മോനെയും മോളെയും തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്താ രക്ഷിതാക്കളെ, നമുക്കതിന് വേണ്ടി പണിയെടുക്കേണ്ടതില്ലേ? തീർച്ചയാണ്.